السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ 7-ാമത്തെ ജുസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. കാരണം 6 ജുസുകൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, വലിയ അനുഗ്രഹമാണത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളായ നിങ്ങൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ഏകദേശം 1000-ഓളം ആൾക്കാരൊക്കെ ഇത് മനസ്സിലാക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അത് വലിയൊരു ഗൗരവത്തിലെടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് പറയുന്നത്, ഇത് ഖുർആനാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൾക്കാർ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടർ, ഇവർ വളരെ താല്പര്യത്തോടു കൂടെ എല്ലാവർക്കും പേഴ്സണലായിട്ടും മറ്റൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അത് കേൾക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരോട് പറയണം, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടർ അവരോട് ബന്ധപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ പറയണം, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നമ്മൾ ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ അത് വെറുതെ നിങ്ങൾക്ക് ക്ലാസ് വരികയും അത് വേസ്റ്റ് ആക്കുകയും ചെയ്യൂലല്ലോ. നിങ്ങൾക്ക് തോന്നിയേക്കാം അത് ഇങ്ങനെ ക്ലാസ് വന്നാൽ എന്താ, നമുക്ക് പിന്നെ കേൾക്കാമല്ലോ, അത് പ്രശ്നമില്ലല്ലോ അങ്ങനെ. പക്ഷെ അതൊരു അവഗണന പോലെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത് വേണ്ട എന്നെങ്കിൽ, ക്ലാസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ക്രിസ്ത്യൻസിൻ്റെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഈസാ നബിയെ പറ്റിയും അവരുടെ തൂക്കിലി പിന്നെ അവരെ ക്രൂസിഫൈ ചെയ്യപ്പെട്ട സമയത്ത് അങ്ങനെയൊക്കെ അവരുടെ വിഷയം, അങ്ങനെയാണ് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല, ഈസാ നബിയെ നമ്മൾ ഉയർത്തിയതാണ് എന്ന് അള്ളാഹു പറയുന്നത്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ഇത് ഒരു വിഭാഗം സമൂഹം ക്രിസ്ത്യൻസിൽ വിശ്വസിക്കുന്നതാണ്. അതായത് ഇങ്ങനെ തൂക്കിലേറ്റിയതാണ് ഈസാ നബിയെ, അങ്ങനെ ആ ചരിത്രം കുറച്ച് വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നു. പക്ഷെ അത് അവർ മനസ്സിലാക്കിയാൽ, വഇദാ സമിഉ മാ ഉൻസില ബിഹി ഇല റസൂലി, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഇറങ്ങിയ ഈ ആയത്തുകൾ അവർ കേട്ടുകഴിഞ്ഞാൽ, അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തറ അഅ്യുനഹും, നബിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അഅ്യുനഹും തഫീദു മിനദ്ദം, അവരുടെ കണ്ണുനീരിങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾക്കൊക്കെ, നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ക്രിസ്ത്യൻസായ ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് പേര് മുസ്ലിമായ ആൾക്കാർ, അവർ ഈ ഖുർആൻ ഓതുമ്പോൾ കണ്ണിലിങ്ങനെ അറിയാണ്ട് വെള്ളം വന്നു പോകും അവരെ. കാരണം അവർ തെറ്റിൽ നിന്നും ശരിയിലേക്ക് വന്നു. നമ്മളാകുമ്പോൾ പിതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരും പിന്നെ സഹോദരന്മാരൊക്കെ മുസ്ലിമീങ്ങളാണ്. നമുക്കതിൻ്റെ ഒരു വില മനസ്സിലാവില്ല. പക്ഷേ ഇവർ തെറ്റെന്താണെന്ന് അവരറിയുകയും അത് ഒഴിവാക്കുകയും ശരിയെന്താണെന്ന് കണ്ടെത്തുകയും അവരത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിലൂടെ അവർ കടന്നു പോവുകയും ചെയ്യുമ്പോൾ, അവർ ചെയ്ത തെറ്റിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ശരിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് കണ്ണിൽ വെള്ളം വരും. അള്ളാഹുവിൻ്റെ വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും തഫീദു മിനദ്ദം മിമ്മാ അറഫു മിനൽ ഹഖ്, അവർ സത്യം മനസ്സിലാക്കിയതിനെ ഓർത്ത് അവരുടെ അവർ കണ്ണിലിങ്ങനെ വെള്ളം വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നബി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ ഖുർആൻ ഓതുന്നതിൻ്റെ അർത്ഥം അറിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ആശയമെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഓതണം. അതിൽ നമുക്കൊരു അവസരമാണിത്, ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അടുത്തതായി ചർച്ച ചെയ്യുന്നത് 89-ാമത്തെ ആയത്തിൽ, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും വലാകിൻ യുആഖിദുകും ബിമാ ഖദ്ദമൽ ഐമാന ഫകഫാറതുഹു ഇത്ആമു 10 മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലിയകും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. അതായത് നമ്മളൊരു ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സത്യം ചെയ്യുകയാണെങ്കിൽ, അതാണ് വിഷയം. സത്യം ചെയ്യുകയാണെങ്കിൽ, ആ സത്യം ചെയ്യുകയും നമ്മൾ അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ
അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അതെന്താ എങ്ങനെയൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നിങ്ങൾ 20 മിസ്കീനുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഹദീസിലൊക്കെ കാണാൻ പറ്റും, എത്രയാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ. എന്തായാലും ചുരുക്കി പറയുന്നെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് 20 മിസ്കീനുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. നിങ്ങളെ പ്രോമിസ്, നിങ്ങൾ ഈ സത്യം ചെയ്ത് നിങ്ങളത് ഞാനങ്ങനെ സത്യം ചെയ്ത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ 20 മിസ്കീനുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, അതിന് 2-3 വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറയുമ്പോൾ അവസാനം പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടിമപ്പെണ്ണിനെ നിങ്ങളെ മോചിപ്പിക്കുക. അങ്ങനെയില്ലെങ്കിൽ നിങ്ങൾക്ക് സലാസത്തി അയ്യാമിൻ ഫസിയാമു സലാസത്തി അയ്യാമിൻ 3 ദിവസങ്ങൾ നോമ്പുപിടിക്കുക. അങ്ങനെയൊക്കെ കഫാറത്തുകൾ നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്ന് അവരുടെ ആ ഒരു ആയത്തിലൂടെ നമുക്ക് പറയുകയാണ്. ഇതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്തതായി പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. നമ്മൾ ചർച്ച ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, ആദ്യം നിസ്കരിക്കുമ്പോൾ നിങ്ങളെന്ത് കള്ള് കുടിക്കരുത്, അങ്ങനെ ഘട്ടം ഘട്ടമായി നിഷേധിച്ച് അവസാനം അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ കള്ളിന് കുടിക്കരുത്, ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അത് ഒഴിവാക്കിയേ പറ്റൂ, ഒഴിവാക്കണം, നിങ്ങൾ വിജയിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കള്ളുകുടി എന്നുള്ളത് എത്ര പൈസ ചിലവാകുന്ന വിഷയമാണ്. ഒന്നാമതായി അതൊരു ബേസിക് വിഷയമാണ്. നമ്മുടെ ഒരുപാട് സമ്പത്ത് നമ്മളിൽ നിന്ന് ഇല്ലാതായിപ്പോൾ വലിയ സമ്പത്തുള്ള വലിയ പൈസ എക്സ്പെൻസീവായ കള്ള് കുടിക്കുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എക്സ്പെൻസീവായ ബോട്ടിൽസുകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ലക്ഷങ്ങളോളമുള്ള പൈസയൊക്കെ കൊടുത്ത് ഭക്ഷിക്കുന്ന കള്ളുകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്ര പൈസകളൊക്കെ നമ്മുടെ ആ ഒരു ഡോറിൽ നമുക്ക് അടഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ റോഡിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ പീടിക കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാംസത്തിൻ്റെ പീടിക നമ്മൾ നോക്കിപ്പോവും, അവിടെ എന്താ ഉള്ളത്. പക്ഷേ കള്ളിൻ്റെ പീടികയാണെങ്കിൽ, അല്ലെങ്കിൽ വൈൻ, ആൽക്കഹോൾ അങ്ങനത്തെ ഷോപ്പാണെങ്കിൽ നമ്മൾ നോക്കുക തന്നെ ഇല്ല. കാരണം നമ്മൾക്കത് നമ്മുടെ സബ്ജക്റ്റിൽപ്പെട്ടതല്ല, നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല എന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരിക്കലും തുറക്കാൻ സമ്മതിക്കരുത്. കള്ള് കുടിച്ച് നോക്കിയാലോ, നമ്മൾക്കൊക്കെ ഈ യാത്ര ചെയ്യുന്ന നമ്മുടെ യുവാക്കളായ ആൾക്കാരൊക്കെ പെട്ടുപോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ചും ഇന്ന സാഹചര്യത്തിൽ ഡ്രഗും ആൽക്കഹോളൊക്കെ ഒരു അത്യാവശ്യ വസ്തുവായി വരുന്ന ഒരു സാഹചര്യമാണ്. കുറേ യുവാക്കൾക്കൊക്കെ, അവർക്കൊക്കെ അല്ലാഹു സന്മാർഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അത് ആ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നമ യുരീദു ശൈത്താന അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി, അങ്ങനെ തുടർന്നിട്ടുള്ള ആയത്ത്. ഈ ഖംറ് കൊണ്ട്, അഥവാ കള്ള് കൊണ്ട് ശൈത്താനെ നിങ്ങളെ കുടിപ്പിക്കുകയും എന്തിനാണെന്നറിയോ? അൽ അദാവത വൽ ബഗ്ളാ, ശത്രുതയും ദേഷ്യം നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ്. ശത്രുത നമുക്കറിയാം, ഒരുപാട് ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള, അഥവാ ദാമ്പത്യ ജീവിതം ഇല്ലാതായി പോകുന്നത്, കൊളായി പോകുന്നത്, മോശമായി പോകുന്നത്, വഷളായി പോകുന്നത് കള്ള് കൊണ്ടാണ്. കള്ളിൻ്റെ കാരണം കൊണ്ടാണ്. കള്ള് കുടിക്കുകയും ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ പ്രശ്നമാവുന്നു, സമൂഹത്തിൽ പ്രശ്നം വരുന്നു, മൊത്തത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം, ഒരു കുടുംബം തന്നെ ഇല്ലാതാവാൻ പോവാൻ ഒരു ഗ്ലാസ് ആൽക്കഹോൾ മതി എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത്. ശൈത്താനെ നിങ്ങളെ പെടുത്തുകയാണ്, നിങ്ങളെ ഒരു കെണിയിൽ പെടുത്തുകയാണെന്ന് പറയുന്ന ആയത്ത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത് പറയുന്നത് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഹ്ദറു വഇൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിൽ ബലാഗുൽ മുബീൻ. ഒരു ശക്തമായ ഒരു വിഷയം. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിക്കണം. ഇനി നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഫഇൻ തവല്ലൈതും, നിങ്ങൾ അനുസരിക്കുന്നില്ല, നിങ്ങൾ പിന്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹ്ക്കോ റസൂലിനോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ റസൂൽ എന്നുള്ളത് ബലാഗുൽ മുബീൻ, ഇന്നമ അലാ റസൂലിൽ ബലാഗുൽ മുബീൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് എത്തിച്ചു തരുക എന്നുള്ളതാണ്. നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് ചുറ്റപ്പെടുത്തുന്നത്, എല്ലാം വ്യക്തമായി, വളരെ കറക്റ്റായി, പെർഫെക്റ്റായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചു. നബി തങ്ങളുടെ ഡ്യൂട്ടി നബി തങ്ങൾ നിർവഹിച്ചു. അത്രമാത്രമാണ് നബി തങ്ങളുടെ ഉത്തരവാദിത്വം. പക്ഷെ നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളത് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും.
അടുത്തത് ഒരു വലിയ പേടിപ്പെടുത്തുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. 109-ാമത്തെ ആയത്ത്. യൗമ യജ്മഉല്ലാഹു الرُّسُلَ فَيَقُولُ مَاذَا أُجِبْتُمْ قَالُوا لَا عِلْمَ لَنَا إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ إِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ اذْكُرْ نِعْمَتِي عَلَيْكَ وَعَلَى وَالِدَتِكَ إِذْ أَيَّدتُّكَ بِرُوحِ الْقُدُسِ تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني. അങ്ങനെ തുടർന്നിട്ടുള്ള ആ ആയത്ത്. നാളെ പരലോകത്ത് അല്ലെങ്കിൽ അന്ത്യനാളെ ദിവസം യജ്മഉല്ലാഹു الرُّسُلَ, എല്ലാ പ്രവാചകന്മാർ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഫയഖൂലു മാദാ ഉജിബ്തും, എന്നിട്ട് അള്ളാഹ് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്താണ് നിങ്ങളെ സമൂഹത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തത്, നിങ്ങൾ അവർക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തല്ലോ. നിങ്ങൾ ഇപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഒരുപാട് വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന് നമ്മളത് അനുസരിക്കണം, ജീവിക്കണം. അതുപോലെ അങ്ങനെ ഓരോ സമൂഹത്തിലും ഓരോ പ്രവാചകർ വരികയും അവർക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ വിളിച്ചു വരുത്തുകയും പ്രവാചകരൊക്കെ വിളിച്ചു വരുത്തുകയും അവരോട് ചോദിക്കും, മാതാ ഉജിബ്തും, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സമൂഹം റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നപ്പോൾ? അപ്പോൾ അവർ മറുപടി പറയുന്നതിന് പകരം അവർ പറയും, പ്രവാചകന്മാർ, ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗൈബ്, അല്ലാഹുവേ നമ്മൾക്കറിയില്ല, നിനക്ക് നീയാണല്ലോ എല്ലാം അറിയുന്നവൻ, ഗൈബിയായ കാര്യങ്ങളും എല്ലാം അറിയുന്നവൻ നീയാണ്. അപ്പോൾ അവർക്ക് മറുപടി, അവർക്ക് എന്താണ് അവർക്കെന്ന് മറുപടി അറിയാം, പക്ഷെ ഒരു മര്യാദ, ഒരു അദബ് എന്ന രീതിയിൽ അള്ളാഹുവിനോട് അവർ പറയുന്നത്, അല്ലാഹുവേ നിനക്കറിയാലോ എല്ലാ കാര്യങ്ങളും. പിന്നെ ഈസാ നബിയുടെ വിഷയം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാരണം നമ്മുടെ ചർച്ചാ വിഷയം ഇവിടെ ഈ ക്രിസ്ത്യൻസിന് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണല്ലോ. ഈസാ നബി അവർ ദൈവമായി സ്വീകരിക്കുന്നു, ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുന്നു. അതൊക്കെയുമായി അവരുടെ ഒരു തെറ്റായ വിഷയങ്ങൾ, അതിനെ ഒന്ന് തിരുത്തിക്കൊണ്ട് ഇവിടെ പറയുന്നു, ഇദ് ഖാലല്ലാഹു യാ ഈസാ ഇബ്ന മറിയം, മറിയമിൻ്റെ മകനായ ഈസാ നബിയെ, ഉദ്കുർ നിഅമതി അലൈക വഅലാ വാലിദതിക, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, നിങ്ങളുടെ മാതാവിന് നൽകിയ, മറിയം ബീബിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങളത് ഓർക്കുക. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദ്സി തുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ല, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ട് ഉൾപ്പെട്ട ഒന്നാണ് എന്ത്? നിങ്ങൾ മഹ്ദിൽ, അഥവാ നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കെ നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾക്ക് തൗറാത്തും ഇഞ്ചീലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി തന്നു, നിങ്ങൾ മണ്ണിൽ നിന്ന്. അതാണ് നമുക്കൊക്കെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈസാ നബിയുടെ ഒരു മുഅ്ജിസത്താണ്, ഒരുപാട് മുഅ്ജിസത്തിൽപ്പെട്ടൊരു മുഅ്ജിസത്താണ്. ചെളിമണ്ണിൽ നിന്ന്, അല്ല തീനിൽ നിന്ന്, മണ്ണിൽ നിന്ന് പക്ഷിയുടെ ഒരു കോലമുണ്ടാക്കുകയും അതിനെ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഈസാ നബി എന്ത് ചെയ്യും? അതിനെ ജീവിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അതിനെ ഒരു ജീവിയായി, അല്ല ഒരു ജീവനുള്ള ഒരു പക്ഷിയായി മാറ്റാൻ ഈസാ നബിക്ക് കഴിയുമായിരുന്നു. അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്താണത്, അല്ലെങ്കിൽ അള്ളാഹു പിന്നെ ഉദ്ദേശിച്ചത് കൊണ്ടാണത് നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകിയ വേറെ അനുഗ്രഹം എന്താണ്? നിങ്ങൾ രോഗിയായ ആൾക്കാർ, അവരെ നിങ്ങൾ ഷിഫ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു, നല്ല വലിയ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടത്, മരണപ്പെട്ട ഒരാളെ നിങ്ങൾ ജീവിപ്പിക്കുമായിരുന്നു. ഒരാൾ മരിച്ചു പോയാൽ അയാളെ ജീവൻ രണ്ടാമത് അയാൾക്ക് കൊണ്ടുവരാൻ, രണ്ടാമത് ആ മനുഷ്യന് ജീവൻ നൽകാൻ, ജീവിപ്പിക്കാൻ ഈസാ നബിക്ക് കഴിയുമായിരുന്നു അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയ, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. നിങ്ങളൊരു ദൂതൻ മാത്രമാണ്. അത് ക്രിസ്ത്യൻസിൻ്റെ ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു സന്ദേശമാണ് ഖുർആൻ നൽകുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിനെ തുടർന്ന് പിന്നെ ഈ ഈസാ നബിയെ പറ്റിയിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു നമ്മൾ ആദ്യം പറഞ്ഞ ഈ സൂറ മാഇദ, എന്താണ് മാഇദ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഈ സൂറത്ത് ഇങ്ങനെ പേര് വെക്കാനുള്ള കാരണം എന്താണ്, എങ്ങനെയാണ് മാഇദത്തിൻ്റെ ചരിത്രം എന്ന് നമുക്ക് ഒന്ന് ചെറുതായി നോക്കാം. ഇത് ഖാലൽ ഹവാരിയൂന യാ ഈസാ ഇബ്ന മറിയം ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാഇ
قال اتقوا الله إن كنتم مؤمنين. അതായത് ഈസ നബിയെ, നിങ്ങൾക്ക് കഴിയോ നിങ്ങളുടെ റബ്ബിൽ നിന്ന് നമുക്കൊരു ഒരു ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു സുപ്ര മാഇദത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഭക്ഷണം നമ്മളെ ചർച്ച ചെയ്തുള്ളത്, ഭക്ഷണമൊക്കെ വിഭവങ്ങളൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഫുള്ള് ഭക്ഷണങ്ങളൊക്കെ നിറഞ്ഞ ഒരു തളിക നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ഈസ നബി പറഞ്ഞു, അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ലേ. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിനൊക്കെ ശാന്തത കിട്ടാൻ വേണ്ടിയാണ്, നമ്മൾക്കൊന്ന് ഇറക്കിത്താ, നിങ്ങൾക്കത് കഴിയോ ചോദിച്ചപ്പോൾ ഈസ നബി അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അത് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഖാല ഈസ ഇബ്നു മർയം അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. ഈസ നബിയുടെ സമൂഹം ആവശ്യപ്പെട്ടപ്പോൾ ഈസ നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ, അവർ പറയും, ആ മാഇദത്ത് നമ്മൾക്ക് ഇറക്കിത്താ അള്ളാഹുവേ, അത് നമുക്കൊരു പെരുന്നാളായി ആഘോഷിക്കാൻ നമുക്കത് ഇറക്കിത്താ അള്ളാഹ്, നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായി ഇറക്കിത്താ അള്ളാഹ്. അപ്പം അള്ളാഹു പറയുന്നത്, ഇന്നി മുനസ്സിലുഹ അലൈക്കും, ഖാല അല്ലാഹു ഇന്നി മുനസ്സിലുഹ അലൈക്കും ഫമൻ യക്ഫുർ ബഅദു മിൻകും ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. ഞാൻ ഇറക്കിത്തരാം, പക്ഷേ ഞാൻ ഇറക്കിത്തന്നതിന് ശേഷം പിന്നെ ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ അവരെ ഞാൻ ശിക്ഷിക്കും. എങ്ങനെയെന്നറിയോ? ഇതുവരെ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകരിൽ ഒരാളെയും ശിക്ഷിക്കാത്ത രീതിയിൽ ഞാൻ അവരെ ശിക്ഷിക്കും, ശക്തമായ ശിക്ഷിക്കും എന്ന് പറയുകയും അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് വിഷയം. അതിന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഈസ നബിയെ പറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ്, ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മർയമ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസ നബിയോട് അള്ളാഹു ചോദിക്കുന്നു, നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്, ഇത്തഖിദൂനി എന്താണ്, ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. വലിയ മെസ്സേജാണ് ക്രിസ്ത്യൻസ് പ്രത്യേകിച്ചും. ഈസ നബിയെ, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞുവോ, അന്ത ഖുൽത ലിന്നാസ്, ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞുവോ, ഇത്തഖിദൂനി, എന്നെയും എൻ്റെ ഉമ്മയെയും മറിയം ബീബിയെ നിങ്ങൾ ദൈവമായി നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിനെ കൂടാണ്ട് എന്നെയും ഈസ നബിയെ നിങ്ങൾ ദൈവമായി സ്വീകരിക്കണം. ഈസ നബി പറയുന്ന, ഖാല സുബ്ഹാനക്, അല്ലാഹുവേ നീ സുബ്ഹാനക് മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് അവകാശമില്ലാത്ത, എനിക്ക് യോഗ്യനല്ലാത്ത വിഷയത്തിൽ എന്തിനല്ല ഞാനത് പറയണം. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് അവകാശമില്ലാത്ത വിഷയം ഞാൻ എന്തിനു പറയണം, എനിക്കത് പറ്റൂല, എനിക്കത് കഴിയൂല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, എന്ന് മാത്രം, അല്ലാഹു ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കറിയല്ലോ അല്ലാതെ, നീ എല്ലാം അറിയുന്നവനാണ്. തഅലമു മാ ഫി നഫ്സി വലാ അഅലമു മാ ഫി നഫ്സിക്, എൻ്റെ നഫ്സിലുള്ളത് എന്താണ് നിനക്കറിയാം, പക്ഷെ നിൻ്റെ നഫ്സി എന്താണ് എനിക്കറിയില്ലല്ലോ അല്ലാഹ്. ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ്, നീയാണ് ഗൈബിയായ, കണ്ണിൽ ദൃശ്യമല്ലാത്ത അദൃശ്യമായ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ നീയാണല്ലോ എന്ന് പറഞ്ഞ് അവർ വിഷയം അവിടെ തീരുകയാണ്. അവിടെ വിഷയം പറയുന്നുണ്ട്. അത്രയും വിഷയങ്ങളാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഈസ നബി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. മാ ഖുൽതു ലഹും ഇല്ലാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. എത്ര വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവാം ഒരുപാട് ക്രിസ്ത്യൻസായ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നത്. ക്രിസ്ത്യൻസായ ആൾക്കാരെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയെ പഠിച്ച ഒരുപാട് ആൾക്കാരും ഇസ്ലാം സ്വീകരിക്കുന്നത് ഇങ്ങനെ ആവാം. ഈ അടുത്തായല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു, ഒരു 5 കൊല്ലം മുമ്പ് ജെറോം എന്ന് പറയുന്ന ഒരു എത്തീസ്റ്റായ, എന്താ പറയുക, നിരീശ്വരവാദിയായ ഒരാൾ ഇസ്ലാമിനെതിരെ വലിയ ഒരുപാട് പ്രസംഗിക്കുകയും ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുകയും അവസാനം അദ്ദേഹം വലിയൊരു പുസ്തകം എഴുതാൻ, ഇസ്ലാമിനെതിരെ എഴുതാൻ വലിയ പഠനം നടത്താൻ ആരംഭിക്കുകയും അവസാനം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയും ചെയ്തു. നമുക്കൊക്കെ യൂട്യൂബിലൂടെ അടിച്ചു നോക്കി മനസ്സിലാക്കാൻ പറ്റും. ജെറോം എന്ന് പറയും അയാളുടെ പേര്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈസ നബിയോട് പറയുന്നുണ്ട്, അല്ലാഹുവേ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. മാ ഖുൽതു ലഹും, അവരോട് പറഞ്ഞത്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞത് ഇല്ല
മാ അമർത്തനി, ഞാൻ ഒന്നും പറഞ്ഞില്ല. മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇല്ലാ മാ അമർത്തനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, അള്ളാഹുവേ ഞാൻ അവരോട് പറഞ്ഞത് നിന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല. അത്രയും വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു അവസാന ഒരു ആയത്ത് പറയുന്നുണ്ട്. ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് ആൾക്കാരുടെ വിജയത്തിൻ്റെ ദിവസമാണിത്, ഇന്നാണ് അവർക്ക് വിജയം, അവർ സ്വർഗത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവരും അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ അള്ളാഹുവിനാണ് എല്ലാം, ആകാശങ്ങളും ഭൂമിയും അതിലുള്ള എല്ലാം അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞ് ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നമ്മൾ കിടക്കുന്നത് സൂറത്തുൽ അൻആമാണ്. അൻആം സൂറ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് ഈ ദഅവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂറത്താണ്. എല്ലാ സൂറത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു പ്രാക്ടിക്കലായി നമുക്ക് ചിന്തിക്കാനും നമ്മൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനും എന്ന് മാത്രമല്ല പറഞ്ഞു കൊടുക്കാനും ഏറ്റവും ആപ്റ്റായ, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്താണിത്. കാരണം നമുക്ക് ഈ ആയത്തിങ്ങനെ മറിച്ച് നോക്കാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പേജ് ഇങ്ങനെ മറിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് കുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്ന് കാണാൻ പറ്റും. കാരണം ഈ ഒരു സൂറയിൽ മുസ്ലിമീങ്ങളായ ആൾക്കാർ ഒരുപാട് ചോദ്യം ചോദിക്കുന്നു. എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ ആയിക്കൂടെ, ഇറക്കിക്കൂടെ, അങ്ങനെ വിമർശനമൊക്കെ പറയുമ്പോൾ അതിന് മറുപടിയായ കുൽ നബിയെ നിങ്ങൾ പറയൂ അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. അതാണ് ഈ ഒരു സൂറയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നു, അങ്ങനെയൊക്കെ അതിനൊരു മറുപടിയായിട്ടൊക്കെ കുൽ നബിയെ പറയൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സൂറ നിങ്ങൾക്ക് നമ്മുടെ ഒരു മനസ്സിൽ എല്ലാം സൂറ വളരെ മനോഹരമാണ്. നമുക്കതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമുക്കതിന് ഇൽമില്ല. പക്ഷേ നമ്മുടെ ഒരു ഇൽമ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും ദഅവത്തിന് പറ്റിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ അൻആം. അത് ഉപയോഗപ്പെടുത്തുക. അവിടെ 4-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. ഒരുപാട് നിങ്ങൾ അത് കൊണ്ടുവാ നബിയെ, നിങ്ങൾ അത് കൊണ്ടുവാ, ആ ദൃഷ്ടാന്തം കൊണ്ടുവാ, ആ അത്ഭുതം കൊണ്ടുവാ എന്നൊക്കെ പറയുകയും ചെയ്യും. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അവർ വിശ്വസിക്കൂല, അവർ തിരിഞ്ഞു കളയുമെന്ന ആ ഒരു ആയത്ത് അവിടെ ആദ്യമായി ഒരു 4-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു പറയുന്നു. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. ആ വിഷയം ഇവിടെ പറയുന്നുണ്ട്. ഇനി വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ ഫലമസൂഹു ബിഐദീഹിം ലഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. എത്ര മനോഹരമാണ് ഖുർആൻ്റെ ആയത്ത്. അള്ളാഹുവിൻ്റെ ഒരു ദൈവികമായ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു എഴുത്ത് അള്ളാഹുവിൻ്റെ ഡയറക്റ്റായിട്ട് അവരുടെ കയ്യിലേക്ക് ഇറക്കുകയും അത് അവർ തൊടുകയും സ്പർശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലും അവർ പറയും ഇതൊരു കൺവെട്ടിക്കുന്ന ഒരു സിഹറാണല്ലോ എന്നവർ പറയും. എന്ന് മാത്രം വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്, എന്തിനാണ് ഒരു മനുഷ്യൻ അള്ളാഹു ഇറക്കിയത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണല്ലോ, എന്തിനാണ് മലക്കിനെ ഇറക്കിക്കൂടെ അള്ളാഹുവിന്? വമാ അൻസൽനാ മലക്കൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ. അപ്പോൾ മലക്കിനെ ഇറക്കിയാലും എന്തായാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. പറഞ്ഞിട്ട് പിന്നെ ഒരു ആയത്തുണ്ട്. നമ്മളൊക്കെ ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആകുന്ന എന്ന് മാത്രമല്ല എല്ലാവർക്കും ഒരു ആയത്ത് എന്താണ്? സീറൂ ഫിൽ അർദ് ഖുൽ സീറൂ ഫിൽ അർദി സുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം, ഭൂമിയിലൂടെ കടന്നു പോകണം, പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം. സുമ്മ അൻദുറൂ, നിങ്ങൾ മനസ്സിലാക്ക്, കാണ്, നോക്ക്, ചിന്തിക്ക്. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അള്ളാഹുവിനെ എതിർത്ത മുകദ്ദിബീങ്ങളായ ആൾക്കാർ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നോക്ക്, മനസ്സിലാക്ക്. ഫിർഔൻ, നമുക്ക് അവരുടെ ഈ മമ്മിയൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മുമ്പ് കഴിഞ്ഞ സമൂഹത്തിൻ്റെ ശക്തികളൊക്കെ നമുക്ക് ഹിസ്റ്ററി, ആർക്കിയോളജിക്കൽ സൈറ്റ്സൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്ക്, പോവ്,
ഇതൊക്കെ ഒരു നൽകാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നൊരു ആയത്ത്. ഞാൻ പറഞ്ഞത് ഖുൽ അറഅയ്തുക്കും 46-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്ക്. ഇൻ അഖദല്ലാഹു സമഅക്കും വഅബ്സാറക്കും വഖതമ അലാ ഖുലൂബിക്കും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി സുമ്മ ഹും യസ്ദിഫൂൻ. നമ്മൾക്ക് അല്ലാഹു കണ്ണ് തന്നു, നമ്മൾക്ക് അല്ലാഹു ചെവി തന്നു, കാഴ്ച ശക്തി തന്നു, കേൾവി ശക്തി തന്നു, ഒക്കെ തന്നു. നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. അല്ലാഹു നിങ്ങളുടെ ചെവിയുടെ അവിടെ കേൾവി ശക്തി പിടിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച ശക്തി പിടിച്ചു വെച്ചാൽ, ആരാ നിങ്ങൾക്ക് തരാൻ പോവുക? ആരാ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവുക? രണ്ടാമത് അല്ലാഹു അല്ലാണ്ട് ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളൊരു ഒരു ആയത്ത് അവിടെ പറയുന്നുണ്ട്. ഇനി അതല്ല, ഖുൽ അറഅയ്തുക്കും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹറതൻ ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ. ഇനി നിങ്ങൾക്ക് വലിയ അദാബ് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഓരോ ആയത്തുകൾ അല്ലാഹു നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുക. അല്ലാഹുവാണ് എല്ലാത്തിനും സർവശക്തനും സർവജ്ഞനും സർവാധിപനും അവനാണ്. അപ്പോൾ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ ദൂതന്മാരെയും അനുസരിക്കുക. വമൻ യുതിഇല്ലാഹ വ റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഒരാൾ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അനുസരിക്കുകയും ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ അവൻ്റെ വിജയം വലിയ വിജയമാണ് എന്ന് ഖുർആൻ ഇത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് സമയം ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. നമുക്കൊക്കെ അറിയുന്ന, എന്നാൽ നമ്മളത് വലിയ ഒരു എന്താണ് വിഷയമായി കാണാത്തൊരു വിഷയമാണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പയായ ആസർ എന്ന് പറയുന്ന അവരുടെയും ഒരു ചരിത്രം 47-ാമത്തെ ആയത്തിലാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത്. 47-ാമത്തെ ആയത്ത്, 74-ാമത്തെ ആയത്ത്. ഇത് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആസറ അതത്തഖദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബിയുടെ ഒരു ദഅവത്തിൻ്റെ ഒരു ശൈലിയാണ് അവിടെ പറയുന്നത്. ഇബ്രാഹിം നബിയുടെ വാപ്പയായ ആസർ മുസ്ലിമായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് വേണ്ടി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൻ്റെ സമൂഹത്തിന് വേണ്ടിയും. ആദ്യം ചോദിക്കുന്നത് ഇബ്രാഹിം നബി ആസറായ തൻ്റെ പിതാവിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ബിംബത്തെ ആരാധിക്കുകയാണോ? എനിക്ക് തോന്നുന്നത്, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ സമൂഹമൊക്കെ വലിയൊരു പിഴവിലാണ്, ഒരു എന്താ പറയുക, ഒരു എററിലാണ്, നിങ്ങൾ ശരിയുടെ പാദത്തിലല്ല. അങ്ങനെ രാത്രിയായപ്പോൾ ആകാശത്തിൽ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങിക്കാണുമ്പോൾ ദഅവത്തിൻ്റെ രീതിയാണ് ഇബ്രാഹിം നബിയുടേത്. ഇബ്രാഹിം നബി പറഞ്ഞു, ഓതാ നക്ഷത്രം, മിന്നുന്ന നക്ഷത്രം. فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. നക്ഷത്രം കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഓ നക്ഷത്രമാണ് എൻ്റെ ദൈവം. അവിടെ പ്രാക്ടിക്കലായിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. നക്ഷത്രമാണ് എൻ്റെ ദൈവം, കാരണം അത് എന്താണ് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, ആകാശത്തിലുണ്ട്, നക്ഷത്രമാണ്, അതാണ് എന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്, എന്നെ സന്മാർഗത്തിൽ നീക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, നക്ഷത്രം ഇങ്ങനെ നോക്കി നിന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിങ്ങനെ മാഞ്ഞു പോകും. അതുപോലെ അത് മാഞ്ഞു പോയപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് എൻ്റെ റബ്ബാകാൻ സാധിക്കില്ല. അങ്ങനെ കുറച്ച് പിന്നെ അവിടെ ഖമറിനെ കണ്ടു, ചന്ദ്രനെ കണ്ടു, വലിയ ചന്ദ്രൻ, തെളിച്ചമുള്ള ചന്ദ്രൻ. فلما رأى القمر بازغا قال هذا ربي, ഇതാണ് എൻ്റെ റബ്ബ്, കാരണം ഇത് വലിയതാണ്, തിളങ്ങുന്നുണ്ട്, ഇതെൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ആയപ്പോൾ ചന്ദ്രൻ മാഞ്ഞു പോയപ്പോൾ പിന്നെയും ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് എൻ്റെ ദൈവമാകാൻ സാധ്യമല്ല. فلما رأى الشمس بازغة قال هذا ربي هذا أكبر. അങ്ങനെ രാവിലെ ആയപ്പോൾ ഇബ്രാഹിം നബി സൂര്യനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്, ഇതാണ് റബ്ബ്, ഇത് വലിയതാണ്, ഇത് തിളങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഫലമ്മ അഫലത്ത്, അതും പിന്നെ മാഞ്ഞു പോയപ്പോൾ, ഈവനിങ് ആകുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ മാഞ്ഞു പോവല്ലോ സൂര്യൻ, പറഞ്ഞു ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ഇബ്രാഹിം നബി പറഞ്ഞു,
ഇതും എൻ്റെ റബ്ബാകാൻ സാധ്യമല്ല. നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ റബ്ബായി കാണുന്ന ഈ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ ഇന്നസെൻ്റാണ്, ഞാനൊരു നിരപരാധിയാണ്, ഞാനിതൊന്നും ഷിർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊക്കെ എൻ്റെ റബ്ബല്ല. എൻ്റെ റബ്ബ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന, ഇതിനൊക്കെ പിറകിൽ ഒരാളുണ്ട്. നക്ഷത്രത്തെ സൃഷ്ടിച്ച ഒരാളുണ്ട്, ചന്ദ്രനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്, സൂര്യനെ ഫങ്ഷൻ ചെയ്യുന്ന ഒരാളുണ്ട്. അവനാണ് എൻ്റെ റബ്ബ്. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ചരിത്രം അവിടെ പറയുന്നുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി തൻ്റെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവർ നക്ഷത്രമാണ് എൻ്റെ ദൈവം, ചന്ദ്രനാണ് എൻ്റെ ദൈവം, സൂര്യനാണ് എൻ്റെ ദൈവം, ഇതൊക്കെ മാഞ്ഞു പോകുന്നതാണ് എൻ്റെ ദൈവം. ഇതിന് പിറകിൽ ഒരാളുണ്ട്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ. ഫാത്തിറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്, അവനാണ് എൻ്റെ റബ്ബ് എന്ന് സൂചിപ്പിക്കുന്ന സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇബ്രാഹിം നബി സ്വീകരിച്ചൊരു ദഅവത്തിൻ്റെ മാർഗമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റുള്ള ദഅവത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ആസ്ട്രോണമിയൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ 84-ാമത്തെ ആയത്തിനെ തുടർന്നിട്ട് അവിടെ 18ഓളം പ്രവാചകന്മാരുടെ പേര് ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഖുർആനിൽ അങ്ങനെ വേറൊരു സ്ഥലം ഇല്ല എന്നാണ്. 18ഓളം പ്രവാചകന്മാർ. വളരെ മനോഹരമായ ആയത്താണ്. വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ. അങ്ങനെ അടുത്തടുത്ത് അങ്ങനെ വസക്കരിയ വയഹ്യ വഈസ വല്യാസ് വഇസ്മായിൽ അങ്ങനെ വയലസ വയൂനുസ് വലൂത്ത അങ്ങനെ പറഞ്ഞു 18ഓളം പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട്. മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനുശേഷം പിന്നെ അത്ഭുതമായ ഒരു കാര്യം, ഒരു അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ ചിന്തിക്കാത്ത പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മളൊക്കെ പഴം കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നവരാണ്, വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ റമദാനൊക്കെ വരുമ്പോൾ നമ്മുടെ തളികയിൽ നമ്മളെ മാഇദത്തിൽ ഫുള്ള് ഫ്രൂട്ട്സുകളും പലഹാരങ്ങളും, റുമാൻ, ഓറഞ്ച്, മുസംബി, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലഅനാ റമദാൻ. വലിയ സന്തോഷമാണല്ലോ റമദാൻ. അപ്പോൾ ഇവിടെ ഒരു 95-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യി ദാലികുമുല്ലാഹു ഫഅന്നാ തുഫകൂൻ. നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരായത്ത്. ഒരു ചെറിയ വിത്ത്, ഒരു സീഡിൽ നിന്ന് അള്ളാഹു അത് വളർത്തുകയും വലിയ മരമായി മാറ്റുകയും അതിൽ നിന്ന് പഴങ്ങളും കാര്യങ്ങളൊക്കെ തരികയാണ് അള്ളാഹു എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത്. നമ്മൾക്കറിയാം, നമ്മൾ ഈ ഓറഞ്ച് അഥവാ നമ്മൾ ഈ ഓറഞ്ച് എന്ന് പറയുന്ന ഫ്രൂട്ട് നമുക്കറിയാം. അതിൻ്റെ ഞാനൊരു നിങ്ങൾക്കൊരു ഒരു ഹോംവർക്ക് പോലെ ഞാൻ തരാണ്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാളെ ഒരു ഓറഞ്ച് എടുക്കാം. എന്നിട്ട് നിങ്ങളതിൻ്റെ തോലെടുക്കുകയും അതിനുശേഷം അതിൻ്റെ ഒരുപാട് അതിൽ പെറ്റൽസുകളുണ്ടാവും, അഥവാ ഒരുപാട് പാർട്സുകളുണ്ടാവും. അതിൻ്റെ ഒരു പാർട്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ തോല് എടുക്കാം. നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റും ഒരുപാട് ജ്യൂസ് പാക്കറ്റ്സുകൾ, അഥവാ ചെറിയ 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 ഒരു മുള്ളു പോലെ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ അത്ഭുതമാണത്. നമ്മളത് മനസ്സിലാക്കണം. നമ്മളത് ഒരു ഓറഞ്ച് മാത്രമായി കാണേണ്ടവരല്ല മുഅ്മിനീങ്ങൾ ആൾക്കാർ. നമുക്ക് ചിന്തിക്കണം, എന്താണിത് അള്ളാഹു ഉണ്ടാക്കിയത്. ഒരു ചെറിയ വിത്തിൽ നിന്ന് അള്ളാഹു വലിയ ചെടിയാക്കി, മരമാക്കി, അതിൽ നിന്ന് ഫ്രൂട്ടാക്കി, പഴങ്ങളാക്കി, അതിൽ നിന്ന് വീണ്ടും സീഡ്സുകൾ, വിത്തുകളാക്കി. അള്ളാഹുവിൻ്റെ ഇവർ ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു സൈക്കിൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സമയമായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നിങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹമനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾ കേൾക്കാത്തവരാണെങ്കിൽ നിങ്ങളത് അവരോട് പറയണം, അറിയിക്കണം. നമുക്കിത് ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ ഒഴിവാക്കി തരിക. അത് വെറുതെ വേണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ. റബ്ബനാ
هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر مقامة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب ارحمهما كما ربياني صغيرا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته